പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ പള്ളി സെമിത്തേരികളിൽ നിന്നും തുടർച്ചയായി ഗ്രാനൈറ്റ് സ്ലാബ് മോഷണം. മല്ലപ്പള്ളി മാർത്തോമ പള്ളി സെമിത്തേരിയിലെ കല്ലറയ്ക്ക് മുകളിലെ ഗ്രാനൈറ്റ് സ്ലാബാണ് കഴിഞ്ഞ ദിവസം മോഷണം പോയത്. നേരത്തെ മല്ലപ്പള്ളി മങ്കുഴിപ്പടി പള്ളി സെമിത്തേരിയിലും സമാനമായ രീതിയിൽ കല്ലറയിലെ ഗ്രാനൈറ്റ് മോഷ്ടിക്കപ്പെട്ടിരുന്നു. ഈ സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് തൊട്ടടുത്ത പള്ളിയിലും വീണ്ടും മോഷണം നടന്നിരിക്കുന്നത്. മല്ലപ്പള്ളിയിൽ നിന്നും കണ്ണൻ ദേവ് തയ്യാറാക്കിയ റിപ്പോർട്ട്. പലതരത്തിലുള്ള മോഷണങ്ങളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ കല്ലറയിലെ സ്ലാബ് മോഷണം പോകുന്ന കഥയാണ് 2 ദിവസമായി മല്ലപ്പള്ളി ദേശത്ത് നിന്നും കേൾക്കാനുള്ളത്. മല്ലപ്പള്ളി മങ്കുഴിപ്പടി സെഹിയോൻ മാർത്തോമ ചർച്ചിലെ കല്ലറയുടെ സ്ലാബ് കഴിഞ്ഞ ദിവസം മോഷണം പോയിരുന്നു. എന്താണ് സംഭവിച്ചത്? 26-ാം തീയതി ഞായറാഴ്ച ആരാധനയ്ക്ക് ശേഷമാണ് ഞങ്ങളുടെ നോട്ടീസിൽ ഈ സംഗതി വരുന്നത്. മണ്ടയ്ക്കത്തെ ഒരു പാളി നഷ്ടപ്പെട്ടതായിട്ട് ഞങ്ങൾ ബോധ്യമായി. അപ്പോൾ ഇത് എങ്ങനെയോ ആരെങ്കിലും സാമൂഹ്യ വിരുദ്ധർ ചെയ്ത പരിപാടിയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ ഉടനെ തന്നെ പോലീസിലേക്ക് കംപ്ലൈന്റ് കൊടുക്കുമായിരുന്നു. ഇത്തരത്തിൽ ഇത് ചെയ്തത് ആരാണ് എന്നുള്ള അതിലെന്തെങ്കിലും ഒരു സംശയം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സംശയം ഇത് പ്രൊഫഷണലായിട്ടുള്ള ആളുകളല്ലാതെ ഇത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ സ്ലാബ് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിച്ചു പിടിച്ചെടുത്താൽ ഇത് ഒടിഞ്ഞു പോകും. അപ്പോൾ അത് പ്രൊഫഷണലായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ തന്നെയായിരിക്കും ചെയ്തിരിക്കുന്നത്. ആരെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. ഞങ്ങളുടെ നോട്ടീസിൽ വന്നത് ഞായറാഴ്ചയാണ്. അതിന് മുമ്പിലത്തെ 19 ഞായറാഴ്ച ഇത് സാധനമുണ്ട്. ബുധനാഴ്ച ഞാനിവിടെ വന്ന് ചെക്ക് ചെയ്യുമ്പോഴും ഇതൊക്കെ ഉണ്ട്. ചെക്ക് ചെയ്യുമ്പോൾ അങ്ങനെ പർട്ടിക്കുലറായിട്ട് നോക്കിയിട്ടില്ല. എന്നാലും ഇവിടെ ഒന്നും നടന്നതായിട്ട് സംഭവിച്ചതായിട്ട് കണ്ടിട്ടില്ല. ബുധനാഴ്ചയ്ക്കും ഞായറാഴ്ചയ്ക്കും ഇടയ്ക്കാണ് ഇത് സംഭവിച്ചെന്നുള്ള ഇപ്പം മനസ്സിലാക്കുന്നത്. എത്രത്തോളം രൂപ വരും ഈ ഒരു സ്ലാബിന്? ഇതിന് ഒരു 10,000 രൂപയിൽ കുറയാതെ വരും. കാരണം ഇപ്പോൾ മാർക്കറ്റിൽ 500 രൂപ സ്ക്വയർ ഫീറ്റ് ഒക്കെയാണ് ഒരു വിധം നല്ല ഗ്രാനൈറ്റ്. ഈ പോയത് നല്ല ഗ്രാനൈറ്റ്. അപ്പോൾ ഒരു 10 രൂപയ്ക്കകത്ത് ഉള്ള വിലയുള്ള സാധനമാണ് പോയിരിക്കുന്നത്. 10,000 രൂപയോളം വില വരും. മാത്രമല്ല ഇത് അറിയാവുന്ന ആൾക്കാരായിരിക്കും ഇത് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ഇത് നശിച്ചു പോകും. എന്തായാലും ഇതിലിപ്പം മറ്റേതെങ്കിലും തരത്തിൽ പരാതിയൊക്കെ കൊടുത്തു. അടുത്തൊരു പള്ളിയിലും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടല്ലേ? അടുത്ത പള്ളിയിലെ ഞങ്ങൾ ഇന്നാണ് അറിയുന്നത്. അതായത് ഞങ്ങൾ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ രാവിലെ SI വിളിച്ചപ്പോൾ ഞങ്ങളവിടെ പോയിരുന്നു. അപ്പോഴാണ് അവിടുന്നാണ് എനിക്ക് ഇവരെ അറിയാൻ സാധിച്ചത്. അവിടെ ഇതുപോലെ സിമിലർ വേ തന്നെ ഒരു പാടി മോഷണം പോയി. ഒരു പക്ഷേ ഇതിന് മുൻപ് പോയതെന്നാണ് അവർ കരുതുന്നത്. പക്ഷേ കംപ്ലൈന്റ് കൊടുത്തില്ലായിരുന്നു. പിന്നെ ഇന്നലെ നമ്മുടെ ഇത് കംപ്ലൈന്റ് ഒക്കെ ആയി കഴിഞ്ഞ് എല്ലാവരും അറിഞ്ഞപ്പോൾ അവരും വിചാരിച്ചു ശരി എന്നാൽ ഞങ്ങൾ എഴുതി കൊടുത്തേക്കാൻ ധരിച്ചു കാണും. അങ്ങനെയാണ് അവർ കൊടുത്തത്. അങ്ങനെ ഇപ്പോൾ 2 പള്ളിയിൽ പോയിരിക്കുന്നത് രണ്ടും സിമിലർ സിറ്റുവേഷനാണ്. മണ്ടയ്ക്കത്തെ ഒറ്റപ്പാളിയാണ് 2 കല്ലറയുടെയും പോയിരിക്കുന്നത്. ഇവിടെ നിന്ന് 3 കിലോമീറ്റർ മാത്രം അപ്പുറമുള്ള ഒരു പള്ളിയാണ്. അതൊരു മാർത്തോമ പള്ളിയാണ്. ഇവിടെ പക്ഷേ CCTV ദൃശ്യങ്ങളൊന്നും കിട്ടാനില്ല. ഇല്ല. ഇപ്പം ഞങ്ങൾക്ക് പള്ളിയിലില്ല, അവിടെയും കാണാൻ ചാൻസ് ഇല്ല. കാരണം അവിടെ മാസത്തിലൊരു ഞായറാഴ്ച സർവീസ് ഉള്ളൂ, ആൾക്കാരും കുറവാണ്. ഞങ്ങൾക്ക് CCTV ഇപ്പോൾ ഇല്ല. പക്ഷെ പോലീസ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പെട്ടെന്ന് അത് ഇൻസ്റ്റാൾ ചെയ്യും. ഇതൊരു വിചിത്രമായി തോന്നുന്നില്ലേ? വിചിത്രമാണ്. കേരളത്തിൽ എനിക്ക് തോന്നുന്നു കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു സംഭവമായത്. അതുകൊണ്ട് അത്ര ഞങ്ങൾ ക്ലീനായിട്ട് ഇത് നോക്കിയിട്ടില്ല. പക്ഷെ ഇത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഇത് മനസ്സിലാകുന്ന ലോകത്തിലെങ്ങും കേട്ടുകേൾവി കാണുകയില്ല. കേരളത്തിലല്ല, ലോകത്തിലെങ്ങും കാണുകയില്ല. എന്തായാലും ഇത്തരത്തിൽ അടുത്തടുത്ത് 2 പള്ളിയിൽ നിന്നും ഈ സ്ലാബ് മോഷണം പോകുന്നു. എന്തായാലും ഇവർ കീഴ്വായൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് അത് കാര്യമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. ഉടൻ തന്നെ പ്രതികളെ പിടികൂടാൻ കഴിയുമെന്ന് തന്നെയാണ് ഇവർ കരുതുന്നത്. ക്യാമറമാൻ രതീഷ് മൺബിച്ചിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, മല്ലപ്പള്ളി.